എന്തുകൊണ്ട് ചർച്ചാ വിഷയം? ചർച്ചാ വിഷയം ഇന്ന് അനുവിനും നെവിനും അനീഷിനും കൂടെ ഏതാണ്ട് ബിഗ് ബോസ് കുടിക്കാൻ കൊടുത്തു. കുടിക്കാനാ? വിഷമായിരിക്കും. വിഷം അല്ലടാ, വേറെന്താ കണ്ട് വൈനം കണ്ട്. ഓ വാറ്റ്. അതറിഞ്ഞൂടാ, അതൊന്നും അതിനകത്ത് കൊടുത്തുകൂടാ. എന്നിട്ട് കുടിക്കാൻ കൊടുത്തു. അങ്ങനെ കുടിക്കാൻ കൊടുത്തിട്ട് അവര് കുടിച്ചിട്ട് കുറച്ച് പെരളിയൊക്കെ ഉണ്ടായി. പിന്നെ ഇന്നത്തെ ടാസ്ക് ആണെങ്കിൽ പന്ത് ചാടിപ്പിടുത്തമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ചാടിപ്പിടിച്ചത് പിന്നെ ഷാനവാസ്, പിന്നെ ആര്യൻ, പിന്നെ അനീഷ്, അക്ബർ. അവര് അത്രയും പേരാ ചാടി പിടിച്ചത് കൂടുതൽ. പിന്നെ നെവിനും അനുവും കൂടെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അടിയായിരുന്നു. അതില് അനു നെവിന്റെ അമ്മൂമ്മയെ വിളിച്ച്, അമ്മൂമ്മയ്ക്ക് വിളിച്ച് ലാലേട്ടൻ എന്നെ ഇറക്കി വിട്ടാലും അല്ല, നെവിൻ കിടന്ന് അത്രത്തോളം ശല്യപ്പെടുത്തി എപ്പോഴും അനുവിനെ കുറ്റം പറയാൻ പറ്റും. അനുവിന്റെ പുറകെ നടന്ന അവനങ്ങ് ശല്യം, അങ്ങ് ചവച്ചോണ്ട് ചവച്ച് നടന്ന് അങ്ങ് ശല്യം. സാബുവൻ പക്ഷെ ഇപ്പൊ അടിപൊളിയായിട്ട് കളിക്കുന്നു. സാബുവൻ ക്യാപ്റ്റൻ. സാബുവന്റെ ക്യാപ്റ്റൻ കൊള്ളാം. സാബുവൻ ഇപ്പൊ സംസാരിക്കുന്നുണ്ട് ആളുകളോട്. അത് തന്നെ. അല്ല വഴക്കൊക്കെ പറയുന്നുണ്ട്. വല്ല വഴക്ക് പറയുന്നെങ്കിൽ അത് മര്യാദയായ രീതിയിലാണ്. വലിയ കുഴപ്പങ്ങളില്ല. സെറ്റപ്പാ. സമയമായപ്പോ നിങ്ങൾ സാബുവന്റെ ആരാധിക്കേ? അങ്ങനല്ല, അനീഷിന്റെ ആരാധിക്കുക. സാബുവൻ നല്ല ചെയ്താ നല്ല. ഒരുപാട് പേര് പറയുന്നത് എന്തോന്നറിയാവോ? ഷാനവാസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ഷാനവാസിനെയാണ് സത്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ റീച്ചിന് വേണ്ടി അനീഷിനെ ആരാധിക്കുന്നു എന്നാണ്. എല്ലാരെയും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം അനീഷിനെ. ഏറ്റവും കൂടുതൽ ഇഷ്ടം അനീഷിനെ, എല്ലാരെയും ഇഷ്ടം. ഷാനവാസിനെ ഇഷ്ടം, അക്കൂറിനെ ഇഷ്ടമാണ്, എല്ലാരെയും ഇഷ്ടമാണ്. പക്ഷെ അനീഷിന്റെ ആരാധിക അനീഷിന്റെ ആരാധിക ആയതുകൊണ്ടല്ലേ നമ്മൾ ഈ വീഡിയോ ആദ്യം തുടങ്ങുന്നത്. അങ്ങനല്ലേ നമ്മൾ തുടങ്ങുന്നത്. എന്നിട്ടല്ലേ നമ്മൾ ലാലേട്ടന്റെ അടുത്ത് പോയത്. മറക്കുന്നത് നന്ദികേടല്ലേ? പിന്നെ നന്ദികേടല്ലേ മറക്കുന്നത്? എന്നെ കാണാൻ വരണം. വന്നില്ലെങ്കിൽ അതാണ് അനീഷ് കാണിക്കുന്ന നന്ദികേടാവുന്നത്. അതാണ് ഷാനവാസും അനീഷും എന്നെ കാണാൻ വരണം. അനീഷിന്റെ പെരിയാറാണ് സത്യത്തിൽ നിങ്ങൾ. അയ്യോ അങ്ങനല്ല, ഞാൻ പൈസ മേടിക്കാത്ത പെരിയാറ്. ഓരോരുത്തർ ഓൺലൈനിൽ പറയുന്നത് പൈസ മേടിച്ചിട്ടായിരിക്കും ഞാൻ അത് ചെയ്യുന്നത്. ലാലേട്ട എനിക്ക് കാശ് തന്നിട്ടായിരിക്കും പൈസ മേടിച്ചെന്നത് ഓരോരുത്തർ പറയുന്നില്ലേ. പറയുന്നവർക്ക് വേറെ എന്തും പറയാമല്ലോ. അങ്ങനെ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പൈസ തന്നാലും നമുക്ക് ചെയ്യാന്ന്. അല്ല, ഞാൻ ഇവിടെ സോഫയിൽ ഇരുന്ന് ഫ്രീ ആയിട്ടാ ചെയ്യുന്നത്. പൈസ തന്നാലും നമുക്ക് ചെയ്യാന്ന്, കുഴപ്പമില്ല. അല്ല, ഞാൻ ഇവിടെ ഇരുന്ന് ഫ്രീ ആയിട്ടല്ലയോടാ ചെയ്യുന്നത്. നിനക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടെ? അല്ല, പല പൈസ ചില്ലറ കിട്ടുന്നത് കിട്ടിട്ടല്ലേ? അല്ല, അത് ആരെങ്കിലും കൊണ്ട് തരണ്ടേ നമുക്ക്. അപ്പൊ കിട്ടിയാ കൊള്ളാം. പിന്നെ കിട്ടിയാ കൊള്ളത്തില്ലേ? പൈസ കിട്ടിയാ കൊള്ളത്തില്ല.